ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ ദുബായിലല്ല, ഇന്ന് ഞാൻ അബുദാബിയിലാണ്. സോ എനിക്കിന്നിവിടെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അതിൻ്റെ കൂടെ കൂട്ടാം. ഞാൻ രാവിലെ ദുബായിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഹോട്ടലിൽ ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇനി എനിക്ക് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പം അതിന് പോകണം. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്കിപ്പം നോക്കാം. അപ്പോൾ വായോ. അപ്പോൾ ഇതായിരുന്നേ ഞാൻ താമസിച്ചിരുന്ന റൂം. ഞാൻ എടുത്തിരുന്ന ഹോട്ടൽ നോവോട്ടലിൻ്റെ ഹോട്ടൽ റൂമായിരുന്നേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമും സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കയറി ചെല്ലുമ്പോഴേ ഇവിടെ സൈഡിൽ മിററും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ തന്നെ വാഷ്റൂമും ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ബെഡ്റൂമാണ് കാണുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമായിരുന്നു. പിന്നെ സർവീസസും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ റൂമിൻ്റെ വ്യൂ കാണാൻ കിടിലമായിരുന്നേ. സ്വിമ്മിംഗ് പൂളും അതേപോലെ കുറച്ച് ഔട്ട്ഡോർ സീൻസ് ഒക്കെ കാണാനായിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ബുഫേ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ, ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ 10 ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യുമായിരുന്നേ. അപ്പം ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വാട്ട് ഐ ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ തന്നെയായിരുന്നേ. പിന്നെ ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞ് കുറച്ച് ഓംലേറ്റും അതേപോലെ സ്പാനിഷ് ഓംലേറ്റൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ ലഞ്ചിന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു എമിറേറ്റ് ഒരു ഡിഷായിരുന്നു. അതിൻ്റെ അകത്ത് ബീഫും വെജിറ്റബിൾസും അതേപോലെ കുബൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിഷായിരുന്നു. നല്ല അടിപൊളി ഒരു ഡിഷായിരുന്നു. അതൊക്കെ കഴിച്ചൊന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നത് ശേഷം ഫ്രഷായി ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും താഴോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടെ കുറേ ഗെയിംസും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. അത്യാവശ്യം ഒരു 2-3 ദിവസമൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈവനിങ് ഒക്കെ വന്നൊന്ന് ചില്ല് ചെയ്യാനൊക്കെ കിടില ഒരു സ്പേസ് ആയിരുന്നേ. പിന്നെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം അന്ന് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ദിവസത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ താഴെ കുറേ ഡെക്കറേറ്റ് ചെയ്ത സ്പേസസ് ഒക്കെ ഉണ്ടായിരുന്നേ. അവിടെ റമദാനും കൂടി ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഡെക്കറേഷൻസും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടേ.
ഇത് ഞാൻ പിന്നെ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തതായിരുന്നേ. താഴെ ബുഫേ കഴിക്കാൻ പോയില്ല. സെയിം കാര്യങ്ങൾ തന്നെ ഞാൻ റൂമിൽ ഓർഡർ ചെയ്യുമായിരുന്നേ. സോസേജും അതേപോലെ ഓംലേറ്റും ജ്യൂസസും അതേപോലെ ക്രൊസൈൻസൊക്കെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ദുബായിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ ഗ്രാൻഡ് മോസ്ക് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്തവണ പോകണമെന്നുണ്ടായിരുന്നു, പോകാനായിട്ട് പറ്റിയില്ല. നെക്സ്റ്റ് ടൈം പോകണമെന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടിയൊരു വ്ളോഗായിരുന്നു. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഒരു യൂട്യൂബ് ലോങ് വീഡിയോയും കൂടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.